രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന പല ആൾക്കാരുടെ സ്വപ്നമാണ് എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് എന്തെങ്കിലും തുടങ്ങണം. എന്തിനാണ്? നിങ്ങൾ ടൈം ഫ്രീഡം കിട്ടും, മണി ഫ്രീഡം കിട്ടും, സാമ്പത്തിക സ്വാതന്ത്ര്യവും സമയത്തും കൊണ്ടുള്ള സ്വാതന്ത്ര്യവും. അതായത് നിങ്ങൾക്കൊരു ലീവ് എടുക്കണമെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒന്നൊരു വയ്യായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ലീവ് എടുക്കണമെങ്കിൽ ആ മുതലാളിയുടെ താങ്ങാൻ ചെല്ലണം. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ചിന്തിക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. സോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ പണം വേണം, വരുമാനം വേണം. സോ അതിന് നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. മണി ഫ്രീഡം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. തട്ടിമുട്ടി അങ്ങനെ പോകും. അതല്ലെങ്കിൽ സുന്ദർ പിച്ചയെ പോലെ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഹൈ ഇൻകം ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് വേണം. എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യാം? സൈഡായിട്ട് ബിസിനസ് തുടങ്ങണം. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ സൈഡായിട്ട് ഒരു ബിസിനസ് കൊണ്ടുപോകാം. എന്ത് ബിസിനസ് എന്നുള്ളതല്ല, ഏത് ബിസിനസ് എന്നുള്ളതല്ല. ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ജീവിക്കാനും പറ്റുള്ളൂ. മറ്റേത് മുതലാളിയുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് 5-10 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വിൽക്കേണ്ടാത്ത ഒരു സമയം ഉണ്ടായിരിക്കും. എന്താ വിൽക്കേണ്ട സമയം? നിങ്ങൾ പകൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി വിൽക്കുന്നു. സോ നിങ്ങൾ വിൽക്കേണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അതായത് നോൺ നെഗോഷ്യബിൾ ടൈം. ആ സമയം നമുക്ക് എങ്ങനെ ചിന്തിക്കാം? നിങ്ങൾക്കിപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 7 മണി തൊട്ട് 9 മണി വരെ 2 മണിക്കൂർ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 2 മണിക്കൂർ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. എന്തിന്? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബിസിനസ് നിങ്ങളുടെ ജോലിയുമായിട്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനുമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കുമല്ലോ. അല്ലാതെ നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തൊരു സാധനം ആയിരിക്കില്ലല്ലോ നിങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരിക്കും. സോ നിങ്ങൾക്ക് അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള 2 മണിക്കൂർ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിരിക്കത്തില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കെട്ടിപ്പടുക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ഷീണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ മുതലാളിയുടെ അടിമയായിട്ട് നിങ്ങൾക്ക് ചാകുന്നവരെ ജീവിക്കേണ്ടി വരും. നിങ്ങൾക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങാം. അതിനുവേണ്ടി ഈവനിങ്ങിൽ ഒരു 2 മണിക്കൂർ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ടൈം, ആർക്കും കൊടുക്കേണ്ടാത്ത ഒരു ടൈം, ഫാമിലിക്കോ കുട്ടികൾക്കോ പാരൻസിനോ ഒന്നും കൊടുക്കേണ്ടാത്ത നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു 2 മണിക്കൂർ അത് നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഓടിത്തുടങ്ങുകയാണ്. അതേപോലെ തന്നെ ശനിയാഴ്ചകളിൽ ലീവുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഞായറാഴ്ചകളിൽ ഒരുവിധം എല്ലാവർക്കും ലീവ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ദിവസവും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മണിക്കൂർ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റണം. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തന്നെ എടുക്കാം. അപ്പോൾ ഈ ചാനലിനകത്ത് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എപ്പോഴൊക്കെ ആയിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക? എനിക്ക് ഡേ ടൈം ജോബുണ്ട്. എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു വരുമാനം ഉണ്ടാക്കലോ അത് മാത്രമല്ല എൻ്റെ വരുമാന മാർഗ്ഗം. എനിക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്ന് ആക്റ്റീവായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഒരു ഓഫീസിൽ പോയിട്ട്. അപ്പോൾ അതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആ കമ്പനിയിൽ അപ്പോൾ അവിടെ ജോലി, അതിൻ്റെ ഒരു ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ ഞാൻ പോകുന്ന സമയത്ത് ഡേ ടൈം മൊത്തം എൻ്റെ അവിടെ ലോക്ക്ഡാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഈവനിങ്ങിലാണ് ടൈം കിട്ടുള്ളൂ. ഞാൻ വീട്ടിലെത്തുന്നത് പോലും 8 മണി 8-9 മണിക്ക് ആവാരാവും. കാരണം ഒരു 25 കിലോമീറ്റർ ട്രാവലും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും യാത്രകളും കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് നേരെ ഒരുപാടായിട്ടുണ്ടാവും. ഒരു 8-9 മണിക്ക് ഞാൻ എൻ്റെ മേഖലയിലേക്ക് തിരിയും. അതായത് വീഡിയോ ഇടുന്നതിനെ കുറിച്ചിട്ടുള്ള സ്ക്രിപ്റ്റിങ്, അതിൻ്റെ ഐഡിയാസ് കണ്ടെത്തലുകൾ, അതിനുള്ള ടിപ്സുകൾ, ടെക്നിക്കുകൾ, പ്രാക്ടിക്കൽ സ്റ്റെപ്സുകൾ, ഇതെല്ലാം ആലോചിക്കലും കണ്ടെത്തലും അതിൻ്റേതായിട്ടുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ അന്നത്തെ ദിവസം വിട്ട് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യും? ഈവനിങ്ങിൽ ഇതേപോലെ 2 മണിക്കൂർ പിന്നെയും സമയം കിട്ടുമല്ലോ. ഒരു 8-9 മണിക്ക് വീട്ടിലെത്തി ഞാനൊരു 11:30 ഉള്ളിൽ ഷൂട്ട് ചെയ്യും. ഇന്നിപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്, 4ാം ശനി. അതായത് 2nd സാറ്റർഡേയും 4th സാറ്റർഡേയും ലീവ് ഉണ്ട്. എന്നാലും ഈ പറയുന്ന മുതലാളിമാർ വിളിച്ച് വരുത്തി പണിയെടുപ്പിക്കും. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ മുതലാക്കുക എന്ന് പറയുന്നതാണല്ലോ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. എത്ര സാലറി കുറച്ച് കൊടുക്കാം, എത്ര നന്നായിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം. ഇതാണല്ലോ മുതലാളിമാരെ കൊണ്ടുള്ള, അല്ലെങ്കിൽ അതാണല്ലോ അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അവർ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? വരാൻ പറ്റില്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളാണ് വലുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കമ്പനിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയില്ല. സ്നേഹിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എപ്പോൾ നിർത്തുന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതുവരെയുള്ള നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനുള്ള വകുപ്പ്. സോ നിങ്ങളുടെ സ്നേഹത്തിന് അവിടെ റെലവൻസ് ഇല്ല. അതായത് ഞാൻ പറയണതല്ല, APJ അബ്ദുൽ കലാമിൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കമ്പനിയെ സ്നേഹിക്കരുത്, നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾ സ്നേഹിച്ചോളൂ.
നിങ്ങളുടെ ജോലിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ, നിങ്ങളുടെ പാഷനെ നിങ്ങൾ വാരി പുണർന്നോളൂ. നെവർ ലവ് യുവർ കമ്പനി. നിങ്ങളുടെ കമ്പനി സ്നേഹിച്ചിട്ട് ഒരു കാര്യമല്ല. അവർ നിങ്ങളുടെ അടുത്തുള്ള ആ സ്നേഹം എപ്പോൾ നിർത്തുന്നുള്ളത് നിങ്ങൾക്കറിയില്ല. പിരിച്ചു വിട്ടാൽ കഴിഞ്ഞു, നിങ്ങളുടെ അങ്ങോട്ടുള്ള സ്നേഹം തീർന്നു അല്ലേ. സോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉപയോഗിക്കുക. ഞാനിപ്പോൾ ശനിയും ഞായറൊക്കെ ഇതുപോലെയുള്ള ഷൂട്ടിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചിലപ്പോൾ നാളെ ഞായറാഴ്ച വേറൊന്നായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ കാണുന്നത് ഇത് വേറൊരു ദിവസമായിരിക്കും. അപ്പോൾ ശനിയാഴ്ച ആണെങ്കിലും ശരി, ഞായറാഴ്ച ആണെങ്കിലും ശരി, ഈവനിങ്ങിൽ കിട്ടുന്ന 2 മണിക്കൂർ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ബിസിനസ്, നമ്മുടേതായിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മളവിടെ പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങളും പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാൻ ചെയ്യുന്നുണ്ട്, സോ നിങ്ങളും ചെയ്യുക. ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇത്രത്തോളം ഞാൻ പറയില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ ഈ വഴിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാലിഡേറ്റ് യുവർ ഐഡിയ ഇൻ മൈക്രോ ലെവൽ. അതായത് നിങ്ങളുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയൊരു സെറ്റപ്പിൽ ഒരു വലിയ ബിസിനസ്, അങ്ങനെ ഒരു ചിന്ത വേണ്ട. വലിയ രീതിയിൽ ചിന്തിക്കുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പണം നിങ്ങൾക്ക് വേണം, ഒരുപാട് ആൾക്കാർ പണം തരാനും നിങ്ങൾക്ക് വേണം. അത് നമുക്ക് കുറച്ച് പ്രശ്നമാണ് തുടക്കത്തിൽ. കുറേ കഴിഞ്ഞാൽ നമുക്ക് ബാങ്കുകാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് മോനെ പൈസ വേണോ, ഒന്ന് ലോണ് വേണോ എന്നിങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് പിന്നത്തെ കാര്യം. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളാരും വിശ്വസിക്കില്ല. നമുക്കൊരു സ്കില്ലുണ്ട്, ഒരു കഴിവുണ്ട് എന്നുള്ളത് പല ആൾക്കാരും നമ്പാൻ പോകുന്നില്ല. അത്ര സാഹചര്യത്തിൽ മൈക്രോ ലെവലിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ പണം വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലീസ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ നൈബേഴ്സ്, ഇങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് പണം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മൈക്രോ ലെവലിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കാൻഡിൽ, ഒരു മെഴുകുതിരി നിർമ്മാണം നിങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നോ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ നിങ്ങൾക്ക് പണം കൊണ്ടുവരാം. ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ ഇൻവെസ്റ്റേഴ്സായിട്ട് നിങ്ങൾക്ക് മാറ്റാം. ചെറിയ സംരംഭമാണ്, ചെറിയൊരു എമൗണ്ട് മതി. അപ്പോൾ 2-3 പേര് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ നിങ്ങൾക്ക് ഈസിയായിട്ട് പണം ബോറോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ അതൊരു മൈക്രോ ലെവലിലുള്ള സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങളൊരു മാക്രോ ലെവലിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് പണം, ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ആവശ്യമുള്ള ഒരു മേഖല ആയതുകൊണ്ട് ഏത് ബിസിനസ് ആണെങ്കിലും നമുക്ക് വലിയ സ്കെയിലും ചെയ്യാം, ചെറിയ സ്കെയിലും ചെയ്യാം അല്ലേ. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഫിറോസ് ചുറ്റിപ്പാറ, മൂപ്പർ കുക്കിംഗ് ചെയ്യുന്നുണ്ടല്ലേ. ഒരു 150 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ് പലപ്പോഴും മൂപ്പരുടെ കുക്കിംഗ് സ്റ്റൈൽ. എന്നാൽ ഒരടുപ്പത്ത് വെച്ച് വീടിൻ്റെ അടുക്കളയിൽ വെച്ച് കുക്കിംഗ് ചെയ്യുന്ന കുക്കിംഗ് ചാനൽസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഒരു കാര്യം നമുക്ക് മൈക്രോ ലെവലിലും ചെയ്യാം, മാക്രോ ലെവലിലും ചെയ്യാം. മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ പണം, ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും വലിയൊരു കാര്യത്തിനകത്തോട്ട് നിങ്ങൾ പോയി തലയിടുന്നതിന് പകരം മൈക്രോ ലെവലിലൊന്ന് ഇറങ്ങി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷിക്കാനും പരാജയപ്പെട്ടാലും വലിയ ലോസ് വരാതെ നമുക്ക് തടി തപ്പാൻ പറ്റും. ആർക്കും പണം കൊടുക്കാതെ രക്ഷപ്പെടുക എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അധികം നഷ്ടങ്ങൾ വരാതെ, അധികം നമ്മൾ കടക്കണിയിലേക്ക് പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലാർജായിട്ടുള്ള ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാം. തുടക്കത്തിൽ മൈക്രോ ലെവൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേവറേജ് യുവർ ഡേ ജോബ് സ്കിൽസ്. നിങ്ങൾ ഡേ ജോബുമായിട്ട് കണക്ട് ചെയ്യുന്ന, കുറേശ്ശെ സിമിലർ ആവുന്ന, കുറേശ്ശെ അടുത്തു കൂടെ പോകുന്ന ഒരു ബിസിനസ് ആയിരിക്കുമല്ലോ നിങ്ങൾ തുടങ്ങുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫിലിം ഫീൽഡ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ മോസ്റ്റ്ലി തുടങ്ങാൻ ചാൻസ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല ആയതുകൊണ്ടായിരിക്കണമല്ലോ ഒരു പക്ഷേ നിങ്ങൾ ആ ജോലിയിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടാവുക. ആ ജോലിയോടെങ്കിലും ചിലപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ, മുതലാളിനോടോ കമ്പനീനോടോ ഇഷ്ടമില്ലെങ്കിൽ പോലും. അപ്പോൾ നിങ്ങളുടെ ഡേ ജോബിനകത്ത് നിന്ന് നിങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള ട്രെയിനിങ്ങുകൾ, സ്കില്ലുകൾ, നോളജുകൾ, എങ്ങനെ മണി മാനേജ്മെൻറ്റ്, എങ്ങനെ ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെ സ്റ്റാഫ് മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ കുറേ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളെ ജോലിയിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള കുറേ സ്കില്ലുകൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ക്ലാസ്സോ പുതിയൊരു എഡ്യൂക്കേഷനോ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ വേണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും. നിങ്ങളുടെ ഉള്ള നോളജ് വെച്ച് തുടങ്ങുക. ഒന്നുകൂടെ ഒരു പുഷ് കിട്ടി, ഒരു തള്ളു കിട്ടി, ഒന്നുകൂടെ ബിസിനസ് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിന് ആവശ്യമുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനെ നന്നായിട്ട് തള്ളിക്കൊണ്ട് പോകണം, നല്ല സ്പീഡിൽ ആ ബിസിനസ് കൊണ്ടുപോകണം, നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കണം, വരുമാനം കൂട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ മെൻറ്റേഴ്സിനെയും ബിസിനസ് മെൻറ്റേഴ്സിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ആവശ്യം വരും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അങ്ങനെ വേണമെന്നില്ല. തുടങ്ങുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ സ്കില്ലുകൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഡേ ടു ഡേ ജോലിയിൽ, നിങ്ങളുടെ ഡെയിലി ജോബിനകത്ത് നിന്ന് നിങ്ങൾ പഠിച്ചെടുത്ത പല തിയറികൾ, പല സിസ്റ്റംസ്, പല സ്കില്ലുകൾ, പല നോളജുകൾ നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്യാം.
അപ്പോൾ നിങ്ങളുടെ ഡേ ജോബ് എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് അല്ല. അതിൽ നിന്ന് പഠിച്ചെടുത്ത പല ടെക്നിക്കുകളും ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾ ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് എങ്ങനെ ആ ജോലി ചെയ്ത് തീർക്കുന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനകത്തൊരു ഡെഡ് ലൈൻ നിങ്ങൾ വെച്ച് നിങ്ങളോട് തന്നെ കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്ത് തീർക്കുന്നു. ആരും നിങ്ങളോട് ചോദ്യം ചെയ്യാനൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് തോന്നിയ പോലെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേ ജോബ് തന്നെ കുടുങ്ങി കിടക്കേണ്ടി വരും. ആ റേറ്റ് റേസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാലത്തും രക്ഷപ്പെടാനും പറ്റില്ല. ഒന്ന് ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നിവിടെ കരകയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിനെയും പറയുന്ന വർക്ക്ഷോപ്പുകൾ, ബിസിനസ് കോച്ചിങ്ങുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ നോളജ് പിന്നെയും വർദ്ധിപ്പിക്കാം, അനദർ ലെവലിലേക്ക് പോകാം. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് സ്പെസിഫിക് വീക്ക്ലി ഗോൾസ്. അതായത് നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കും, നമ്മുടെ ബിസിനസ് നമുക്ക് വളർത്തണം, ഉയർത്തണം, അങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ അങ്ങനെ വേഗമായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം? ഈ ആഴ്ചയുടെ ഉള്ളിൽ എൻ്റെ ലോഗോ ഡിസൈനിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇതിനകത്ത് ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൻ്റെ പണി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് ഞാൻ തിരിയണം. പിന്നെ ഹയർ ചെയ്യണമെങ്കിൽ പുതിയ 1-2 പേരെ നിങ്ങൾക്ക് സ്റ്റാഫായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് ഞാൻ എന്തെല്ലാം ചെയ്യണം, എത്ര പേരെ നമ്മൾ കാണണം, എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങൾ നോക്കണം. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ചെറിയ പ്രായം, അത് കഴിഞ്ഞ് നമ്മൾ LKG ചേർത്തുന്നു, 1ാം ക്ലാസ്സിൽ ചേർത്തുന്നു, 2ാം ക്ലാസ്സിൽ ചേർത്തുന്നു, അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. അതല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു അല്ലേ? ഓരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ ബിസിനസ്സിന് ഒരു വളർച്ചയ്ക്ക് ഒരു രീതികളുണ്ടല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് ബിസിനസ് വളർത്തണം എന്നുള്ളൊരു ടോട്ടാലിറ്റി ആയിരിക്കരുത് നിങ്ങളുടെ ചിന്തയിൽ. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം? ചെയ്യേണ്ട ടാസ്കുകൾ തിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ലോഗോ ഡിസൈൻ ചെയ്യേണ്ടി വരും, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഓൺലൈൻ സ്റ്റോർ ആണെങ്കിൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ഉണ്ടായിരിക്കും, ഇൻവെൻറ്ററി ഉണ്ടായിരിക്കും. ഇത് പണികളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ വേണം. അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. സംഭവം എല്ലാം അങ്ങനെ കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യം എന്താ നടത്താനുള്ളത്? അതാണല്ലോ ഇനി അടുത്ത ചിന്ത. അടുത്ത കാര്യങ്ങൾ നടത്തുന്നു, അത് കഴിഞ്ഞ് അടുത്ത കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞ് അടുത്ത കാര്യങ്ങളുണ്ട്. ടോട്ടാലിറ്റിയിൽ എൻ്റെ ബിസിനസ് എനിക്കൊന്ന് വളർത്താം. ഇങ്ങനെ ഒരു ചിന്തിച്ചിട്ട് ഒരു കാര്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങളെ പാർട്ടായിട്ട് തിരിക്കുക, പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ആയിരിക്കണം ചിന്തിക്കേണ്ടത്. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് ആൻഡ് ഔട്ട്സോഴ്സ് എയർലി. അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. നിങ്ങളതിന് സ്കിൽഡ് അല്ലാത്ത ഒരാളായിരിക്കാം. തുടക്കത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏർലി സ്റ്റേജിൽ നമുക്കൊന്ന് പറയാം, ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ എല്ലാം തുടങ്ങേണ്ടി വരും. പക്ഷേ ഒന്നുകിടതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പഠിക്കണം. വലിയ വരുമാനം ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്ത് കിട്ടുന്ന വരുമാനം അവിടെ കൊടുക്കാനേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് തരും, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഒരു സ്പീഡ് തരും. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ 1-2 സ്റ്റാഫുകൾ കൂടി അവിടെ വരുന്നുണ്ട്. അത് ഏത് മേഖലയിലും ആവട്ടെ, ആ സ്റ്റാഫ് തരുന്ന ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ, ഒരു സ്പീഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ബിസിനസ് ഒന്നും കൂടി സ്പീഡാക്കും. മറ്റേത് നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ സ്പീഡ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ സ്പീഡ് പിന്നിലോട്ട് പോകും. കാരണം നമ്മൾ തന്നെ എല്ലായിടത്തും എത്തണം. സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു അവസ്ഥയാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ഒട്ടിക്കുന്നത് വരേക്കും സിനിമയുടെ A to Z ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കത് സന്തോഷ് പണ്ഡിറ്റ്, പഴയ കാലത്താണെങ്കിൽ ബാലചന്ദ്ര മേനോൻ, ഇവരൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ പ്രശ്നം? സമയം നമുക്ക് ഉണ്ടാകണമെന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇതെല്ലാം നമുക്ക് കുറയും. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്നല്ല പറയണത്, തുടങ്ങിക്കഴിഞ്ഞ് ഏർലി സ്റ്റേജിൽ തന്നെ ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. വളർച്ചയുടെ സ്പീഡ് കുറച്ചും കൂടി കൂടും, വരുമാനം കുറച്ചും കൂടി കൂടും. അപ്പോൾ എന്ത് ചെയ്യാം? കൂടുതൽ സ്റ്റാഫിനെ വയ്ക്കാം, കൂടുതൽ വളർച്ച കിട്ടുന്നു. ഇതിനുശേഷം കുഴപ്പമുള്ള സ്റ്റാഫുകളെ, പ്രശ്നമുള്ള സ്റ്റാഫുകളെ, സ്കിൽഡ് അല്ലാത്ത സ്റ്റാഫുകളെ ഒഴിവാക്കുന്നു. A ഗ്രേഡ് എംപ്ലോയീസിനെ പിന്നീട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അതൊക്കെ പിന്നീടുള്ള കാര്യം. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഏർലി സ്റ്റേജിൽ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടും പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുക. ഓട്ടോമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അക്കൗണ്ട്സുകൾ, പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു മാസം നമുക്ക് ഒരേ ടൈപ്പ് ജോലി വരുന്നുണ്ട്, അടുത്ത മാസം അതേ ടൈപ്പ് ജോലി വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തെ മാസം അതേ ടൈപ്പ് ജോലി വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തെ മാസം അതേ ടൈപ്പ് ജോലി വരുന്നുണ്ട്. ജോലിയോ പണിയോ ടാസ്കോ ഇത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി അത് ക്ലിയറായിട്ട്. ഇപ്പോൾ ബാങ്കിൽ ഡെയിലി പോയി പൈസ ഇടണം, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ഈ അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ടിലേക്ക് ഡെയിലി നമുക്ക് പണം പോകണം. എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ പോയിട്ട് മാറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കുക. സോഫ്റ്റ്വെയറോ ബാങ്കിലോ, ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? ഡെയിലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. നമ്മൾ തന്നെ ഇറങ്ങി ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാകരുത്. സമയം മുടക്കമാണ്, എല്ലാം മുടക്കമാണ്, എനർജി മുടക്കമാണ്, സമയം നഷ്ടമാണ്, പണനഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അങ്ങനെ ആവരുത്.
ആറാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാപ്പ് ഇൻ ടു യുവർ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ്, ഫാമിലി, കളീഗ്സ് ഇവരിലേക്കൊക്കെ നിങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സാധനം എത്തിക്കാനുള്ള ശ്രമം നടത്തുക. ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ക്ലോസ് സർക്കിൾ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ പണം കൊടുക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ളത്. അതായത് ഹോട്ടലിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഞണ്ണാൻ വരുന്ന ആൾക്കാരുണ്ടാവും പൈസ കൊടുക്കാതെ. കുറേ ഉണ്ട് അങ്ങനത്തെ അലമ്പുകൾ, നമ്മൾ അറിയുന്നതുകൊണ്ട് പറയണതാണ്. അപ്പോൾ അങ്ങനെയുള്ള കീടങ്ങളുണ്ടെങ്കിൽ മാറ്റി നിർത്തുക. അവരല്ല നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മളെ സഹായിക്കാനും സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാനും തയ്യാറായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. നമ്മുടെ വെൽ വിഷേഴ്സ് ഉണ്ടായിരിക്കും, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതും വേണ്ട, നമ്മുടെ കസ്റ്റമറായിട്ട് മാറണം, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ അവർക്ക് കൊടുക്കുന്നത് വഴി അവരിൽ നിന്ന് നമുക്ക് പണം വരുന്നു. അപ്പോൾ ഇനീഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്ലോസ് സർക്കിളിനകത്തുള്ള ആൾക്കാരാണ്. അങ്ങനെ ആകണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കാരണം നമുക്ക് ഇനീഷ്യലി നമുക്ക് പെട്ടെന്ന് അഡ്വർടൈസ് ചെയ്തിട്ട് കുറേ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറ്റണമെന്നില്ല. നമുക്കൊരു രീതി കിട്ടും. തുടങ്ങിക്കഴിയുമ്പോൾ എന്തെല്ലാം കുറ്റങ്ങളുണ്ട്, എന്തെല്ലാം കുറവുകളുണ്ട്, ഇത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ നിന്നാകുമ്പോൾ അവർ ഈസി ആയിട്ട് ഓപ്പണായിട്ട് പറയും, ഈ സാധനം ശരിയല്ല കേട്ടോ, ഈ സർവീസ് ശരിയല്ല കേട്ടോ, ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ, ഈ ഒരു ബോണസും കൂടി ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ, അതുകൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സെയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുന്നതിനും ഈ പറയുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, റിലേറ്റീവ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഇനീഷ്യൽ കസ്റ്റമേഴ്സ് നമുക്ക് ഉപകരിക്കും. പുറത്തുനിന്നുള്ള ആൾക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇവിടുന്ന് ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു ഇത് കിട്ടാൻ, ഒരു സ്പീഡ് കിട്ടാൻ, ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ, സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിവാക്കാൻ ഈ പറയുന്ന നമ്മുടെ ക്ലോസ് സർക്കിളിനെ നമുക്ക് കസ്റ്റമേഴ്സായിട്ട് മാറ്റാം. അങ്ങനെ മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഏഴാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് യുവർ വർക്ക്സ് ബ്രേക്സ്. അതായത് നിങ്ങളുടെ വർക്കിനകത്ത് ബ്രേക്കുകൾ വരും. അതായത് ലഞ്ച് ബ്രേക്കുകൾ, അതേപോലെ തന്നെ മൂത്രമൊഴിക്കാൻ പോണ സമയം, ചായ ടൈം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈം നിങ്ങൾക്ക് കിട്ടും. ആ ടൈമിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വന്ന കോൾസുകൾ, ചാറ്റുകൾ, ഇമെയിൽസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നതിനും അങ്ങനെയുള്ള നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ബ്രേക്സ് ഉപയോഗിക്കാം. ചായ ടൈം നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാം. മോർണിംഗിലും ഈവനിങ്ങിലും ഒരു 5-10 മിനിറ്റ് അവിടെ കിട്ടും. ലഞ്ചിന് മിക്കവാറും ഒരു ½ ആൻ അവർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, 1 മണിക്കൂർ മിക്ക കമ്പനികളിൽ നമുക്ക് ലഞ്ച് ബ്രേക്കായിട്ട് കിട്ടും. കിട്ടുന്ന സമയം എത്രയാണോ കിട്ടുന്ന സമയം നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കണം. ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും കളീഗ്സിൻ്റെ അടുത്തും കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. കാരണം പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും, പാര വയ്ക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് നമുക്ക് എത്താൻ പറ്റാത്തടത്ത് എൻ്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹപ്രവർത്തക എത്തരുത്. അതായത് എന്നെക്കാൾ നന്നായിട്ട് അവർ വളരരുത്. അത് പാണായാലും ശരി, പെണ്ണായാലും ശരി. കൂട്ടുകാരനും കൂട്ടുകാരിയോ വളരുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്നെക്കാൾ നന്നായിട്ട് വളരുന്നത്, എന്നെക്കാൾ മുകളിലോട്ട് വളരുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണല്ലോ ഒരു പൊതു കൺസെപ്റ്റ്. എല്ലാവരും എനിക്ക് നന്നാവണത് ഇഷ്ടമാണ്, എന്നെക്കാട്ടും നന്നാവണത് എനിക്ക് അത്ര സുഖിക്കാത്ത കാര്യമാണ് എന്ന് പറയുന്ന പോലെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരുടെ ഉള്ളിലും കുറേശ്ശെ ഉണ്ടായിരിക്കും. ചില ആൾക്കാരിൽ അത് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അതവർ കാണിക്കും, പാര വയ്ക്കും, എല്ലാ രീതിയിലും നിങ്ങൾക്ക് പണി തരും. അപ്പോൾ പണി തരാതിരിക്കാൻ നിങ്ങളുടെ കാര്യങ്ങൾ സൈലൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, വർക്ക് ഇൻ സൈലൻസ്. അവരെ ഞെട്ടിക്കണം എപ്പോൾ? റിസൾട്ട് കൊണ്ട്. അപ്പോഴേ അവർ ഞെട്ടാവും. അതുവരെ മിണ്ടരുത്. എന്താ നമ്മൾ ചെയ്തേ ഒന്നും അറിയരുത്. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാം. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ, വർക്ക് വൈൽ ദേ ആർ സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ഒരു സമയം, ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്യുക, നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജോലി സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ലഞ്ച് ബ്രേക്കിനകത്ത്, ടീ ബ്രേക്കിനകത്ത്, അവിടുന്ന് തിരിച്ച് വരുന്ന സമയത്ത് ബസ്സിൽ വരുന്നവർ, ട്രെയിനിൽ വരുന്നവർ, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ടൈമൊക്കെ നിങ്ങൾക്ക് മുതലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നതിന് പകരം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം, ആളെ കണ്ടുപിടിക്കാം, ലീഡ്സുകൾ കൊണ്ടുവരാൻ പറ്റും, പൊട്ടൻഷ്യൽ ക്ലയൻസിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആ പറയുന്ന വൈകുന്നേരത്തെ 2 മണിക്കൂർ മാത്രമല്ല, അല്ലാത്ത സമയവും നിങ്ങൾക്ക് ഇടയിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ വേണ്ട പോലെ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മുതലാക്കിയെടുക്കാൻ പറ്റും. ഞാൻ മുതലാക്കിയെടുക്കുന്നുണ്ട്. എൻ്റെ ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും അതിൻ്റെ അല്ലാത്ത ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഞാൻ മുതലാക്കുന്നുണ്ട്. ഈ കമ്പനിക്ക് വേണ്ടി ചത്ത് പണിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് പോകാൻ പറ്റുന്നത്. അല്ല, ആ ഒരു വരുമാനം മാത്രം നമ്പിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ഒരു പൈസയും ഒന്നും നമുക്ക് എക്സ്ട്രാ നേടാനും പറ്റില്ല. ഇങ്ങനെ തന്നെ പോകുന്നുണ്ടാവും.
ഒത്തിരി ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ, ഇത്തിരി നമുക്ക് മെച്ചം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ടാണ്, എക്സ്ട്രാ ടൈം നമ്മൾ ഈ പറയുന്ന 9 to 5 കണ്ടെത്തുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കും അങ്ങനെ കണ്ടെത്താൻ പറ്റും. ഒന്ന് ശ്രമിച്ചാൽ നടക്കും. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് 1 ടാസ്ക് പെർ ഡേ. അതായത് ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റണം. ആ പ്രധാനപ്പെട്ട കാര്യം നടന്നത് വളരെ ക്രൂഷ്യലായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഭാരം കുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ. ഓരോ ദിവസവും ഞാൻ ബിസിനസ്സിനകത്താണല്ലോ, ബിസിനസ് തുടങ്ങിയല്ലോ എന്നുള്ളതല്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പണി, ഒരു വർക്ക്, ഒരു ടാസ്ക് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ വർക്കുമായിട്ട്, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് എന്താണ് ആ ടാസ്ക് എന്നുള്ളത്. അത് ചെയ്ത് മുന്നോട്ട് പോകണം. ഇമെയിലിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ലിസ്റ്റ് എഴുതിണ്ടാക്കലാണോ ചെയ്യണം. കസ്റ്റമറിനെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിണ്ടാക്കണമല്ലേ, പരസ്യവാചകം അത് നമ്മൾ എഴുതി ഉണ്ടാക്കണം. തുടക്കത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ. അതുപോലെ നമുക്ക് ക്ലയൻസിനെ ഫോളോ അപ്പ് ചെയ്യണോ, ചെയ്തിരിക്കണം. കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ക്രൂഷ്യലായിട്ടുള്ള ആ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യം വിട്ടുകളയരുത്. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോ ദിവസവും. ഞാൻ തുടങ്ങിയല്ലോ എന്നുള്ളൊരു ചിന്തയും കൊണ്ട് സമാധാനമായിട്ടിരിക്കലല്ല നമ്മുടെ ഉദ്ദേശം. കാരണം നമുക്ക് ജോലി ഉണ്ടല്ലോ, അതിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്, ഒരു സ്വസ്ഥത, ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഈ ആശ്വാസമാണ് നിങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ട് നശിപ്പിച്ചത്. ആ ജോലി പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയെ കിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അല്ലേ നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും കണ്ടുപിടിക്കാനും മുന്നോട്ട് പോകാനും. അതായത് നെസസിറ്റിയാണ് കണ്ടുപിടുത്തത്തിൻ്റെ മാതാവ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ആവശ്യം വരുമ്പോൾ നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതന്നെ ചെയ്യാനുള്ള, ഓരോ ദിവസവും ചെയ്യാനുള്ള ക്രൂഷ്യലായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അർജൻറ്റായിട്ടുള്ള ടാസ്കുകൾ ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തുടക്കത്തിൽ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടോ എന്ന് പോലും സംശയിച്ചിട്ട് നിങ്ങൾ നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. നിങ്ങൾക്ക് പരിചയമില്ലല്ലോ, പുതിയൊരു മേഖലയല്ലേ. ഉണ്ടായിരിക്കും. അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. ഈ മേഖലയിൽ മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഗൈഡൻസ് എടുക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിനെ ഒന്നും ഹയർ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. സോ അങ്ങനെ മുന്നോട്ട് പോവുക. എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റിവെക്കരുത്. അറിയാത്തത് കണ്ടുപിടിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ട്, എന്നിട്ട് മുന്നോട്ട് പോവുക. അതിനകത്ത് പ്രൊഡക്റ്റ് ഡിസൈനിങ് വരും, ലാബിൽ ഡിസൈനിങ് വരും, അതിൻ്റെ മാർക്കറ്റിംഗ് വരും, അങ്ങനെ പല കാര്യങ്ങളും വരും. നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡൗൺ ടൈം ഉണ്ടായിരിക്കുമല്ലോ, അതിനെ നമുക്കൊരു പ്രൊഡക്റ്റീവ് ടൈമാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട്, നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഒരുമാതിരി അവസ്ഥയിലാകുന്ന അവസ്ഥയുണ്ട്. അതായത് നമ്മൾ ജോലി അറിയാലോ, ജോലിയിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരിക്കും, ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷനാണ്. അവിടെ നല്ല വർക്ക് വരുന്നു, നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെ ടോർച്ചർ ചെയ്യുന്നു, നന്നായിട്ട് പണിയെടുപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ബിസിനസ് നന്നായിട്ട് വളർത്താൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെങ്ങനെ പ്രയത്നിക്കാം, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്ത പോകണം. അയ്യോ തളർന്നു പോകെ, അയ്യോ എനിക്ക് വയ്യ, ഇത്രയും പണിയെടുത്ത് ഇത്രയും മുതലാളിക്ക് വേണ്ടി ചെയ്തിട്ടും ഒരു സാലറി, ഒരു പുരോഗമനം, ഒരു ഇൻക്രിമെൻറ്റ് ഒന്നുമില്ല, ഇങ്ങനെ ചിന്തിക്കാതെ അതിനൊരു മോട്ടിവേഷനായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന നമ്മൾ കുറച്ച് സമയം ഉണ്ടായിരിക്കും, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന സമയം ഉണ്ടായിരിക്കും. അത് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. എങ്ങനെ? പോഡ്കാസ്റ്റുകൾ, വർക്ക്ഷോപ്പുകൾ, ബിസിനസ് ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേഖല എന്താണോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാം അറ്റൻഡ് ചെയ്യുക. പുതിയ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, പുതിയ ഐഡിയാസുകൾ, പുതിയ പലതും നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും, ഒരുപാട് ഇൻസൈറ്റ്സുകൾ കിട്ടും നിങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ തളർന്നിരിക്കുന്ന സമയത്ത് തളർന്നിരിക്കാനായിട്ട് ആ സമയം ഉപയോഗിക്കാതെ എങ്ങനെ അവിടെ നിന്ന് കയറാം, അതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ റിസർച്ച് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കായിരിക്കണം നിങ്ങളുടെ ചിന്ത പോകേണ്ടത്. ഓഡിയോ ബുക്സ് ഉണ്ട്, ഇന്ന് കേൾക്കാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോർമൽ ബുക്സ് തന്നെ ഉണ്ട്, വായിക്കാവുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം പരിപാടികളുണ്ടോ, എന്തെല്ലാം ഇവൻസുകളുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം അറ്റൻഡ് ചെയ്യുക. മാക്സിമം ഇൻഫർമേഷൻ, മാക്സിമം സ്കില്ല് നിങ്ങൾ അവിടുന്ന് നേടിയെടുക്കണം. ഈ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ജോലിനെ വളർത്താൻ വേണ്ടിയിട്ടല്ല. ആ ജോലി വേണ്ടാന്ന് കരുതിക്കൊണ്ടാണല്ലോ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ചിന്ത. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിൽഡ് സ്ലോ ആൻഡ് സ്ട്രാറ്റജിക്കലി. അതായത് ഒരു ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി നമുക്ക് നമ്മുടെ ജോലി വിടാം. അങ്ങനെ ആവരുത്. ജോലി വിടാൻ കുറച്ച് സമയം വേണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബിസിനസ് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സാലറിയുടെ ഒരു 50%, ഒരു 50% നിങ്ങൾക്ക് ഈ പറയുന്ന ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ട്. മിനിമം നിങ്ങൾക്കൊരു 25,000 മുകളിലെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു 25,000 30,000 വെച്ചോളൂ.
50% മുകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നും കൂടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഒന്നുകൂടി വളർത്തിക്കൊണ്ട് നിങ്ങളുടെ 50,000 എന്ന് പറയുന്ന ആ ഒരു മാർക്ക്, ആ ഒരു മൈൽ സ്റ്റോൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് താണ്ടി പോകാൻ പറ്റും. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നേടിയെടുക്കാൻ പറ്റും, സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ 50% നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ആ ഒരു സൈഡ് സംരംഭം ആയി മാറണം. ആ മാറുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ജോലി വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവൂ. അല്ലാതെ ബിസിനസ്സാണ് തുടങ്ങി, എനിക്ക് ജോലി പെടണം, മുതലാളിയുടെ മുഖത്ത് നോക്കി 4 ഡയലോഗ് അടിക്കണം, എന്നിട്ട് രാജിക്കത്ത് മുഖത്ത് വലിച്ചെറിയണം, ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ച് സമയം എടുക്കട്ടെ. പെട്ടെന്ന് നിങ്ങൾ ധൃതി വെച്ചിട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഈ പറയുന്ന പരിപാടി ഒന്ന് കരകയറുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? തുടർച്ചയായിട്ടൊരു 3 മാസത്തേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സാലറിയുടെ 50% അതിൻ്റെ മുകളിലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റണം. അതൊരു 3 മാസത്തേക്ക് തുടർച്ചയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ യു ആർ സേഫ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമുണ്ട്, മതി. ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ 50% 75% ഒരു 5-6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാലറിയുടെ ഒപ്പം നിങ്ങൾക്ക് എത്തിക്കാനും പറ്റും. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം? അത് ഇനിയും കൂടുതലേ ഉള്ളൂ. ഇവിടുന്ന് 0-ൽ നിന്ന് 25% 50% എത്തിക്കാൻ പറ്റിയ നിങ്ങൾക്ക് അത് നിങ്ങളുടെ 100% അതിൻ്റെ മുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ആ റൂട്ടിലാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഏകദേശം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഫുൾ ടൈം ജോബിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു സൈഡ് ബിസിനസ്, സൈഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി ഈസി ആയിട്ട് തുടങ്ങാനും പറ്റും, അത് കൊണ്ടു നടക്കാനും പറ്റും. അങ്ങനെ കൊണ്ടു നടന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ ടൈം ഫ്രീഡവും മണി ഫ്രീഡവും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഉടനെ തന്നെ സാധിക്കട്ടെ.